ഹായ് ഗൈസ്, ലിനക്സിലെ ആപ്റ്റ് DNF പോലെ തന്നെ വിൻഡോസിലും കമാൻഡ് പ്രോംപ്റ്റിൽ ഇരുന്നുകൊണ്ടോ അല്ലെങ്കിൽ പവർ ഷെല്ലിൽ ഇരുന്നുകൊണ്ടോ സോഫ്റ്റ്വെയറുകൾ സെർച്ച് ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനും അപ്ഗ്രേഡ് ചെയ്യാനും അൺഇൻസ്റ്റാൾ ചെയ്യാനും സഹായിക്കുന്ന ടൂളാണ് വിൻഗെറ്റ്. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് വിൻഗെറ്റ് ഉപയോഗിക്കുന്നുള്ളതാണ്. അപ്പോൾ വിൻഗെറ്റിനെ പറ്റി പഠിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഏതൊക്കെ വിൻഡോസിലാണ് വിൻഗെറ്റ് കിട്ടുന്നത്. വിൻഡോസ് 10, 18, 09 തൊട്ട് അതിനുശേഷം ഇറങ്ങിയിട്ടുള്ള വിൻഡോസിലാണ് ഈ വിൻഗെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന വിൻഡോസിലാണ് നിങ്ങളുടെ വിൻഡോസ് പെടുന്നതെങ്കിൽ എന്നിട്ടും വിൻഗെറ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യാം, എന്നിട്ട് സെർച്ച് ചെയ്യാം വിൻഗെറ്റ് എന്ന്. അപ്പോൾ ഇതാണ് പേജ് വരുന്നത്, github.com മൈക്രോസോഫ്റ്റ് വിൻഗെറ്റ് CLI എന്നുള്ളത്. അപ്പോൾ ആ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ വിൻഗെറ്റിൻ്റെ GitHub പേജ് വന്നിരിക്കുകയാണ്. ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്യുക, ഇവിടെ മൈക്രോസോഫ്റ്റ് സ്റ്റോർ എന്ന് കൊടുത്തിട്ടുണ്ടല്ലേ, ഈ ആപ്പ് ഇൻസ്റ്റാളർ എന്നുള്ളത് ആ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈക്രോസോഫ്റ്റ് സ്റ്റോർ ഓപ്പൺ ആയി വരും. അവിടെ വെച്ച് നിങ്ങൾക്ക് വിൻഗെറ്റ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അല്ലാതെ തന്നെ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നേ ഉള്ളൂ. ഇവിടെ റിലീസസിനകത്ത് വന്നു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് വേർഷൻ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ ആ ലിങ്കിനകത്ത് കയറി ചെല്ലുക. ഇവിടെ അസറ്റ്സിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ മൈക്രോസോഫ്റ്റ് ഡെസ്ക്ടോപ്പ് ആപ്പ് ഇൻസ്റ്റാളർ എന്തൊക്കെയോ അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട്, .msix ബണ്ടിൽ, ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താലും മതി. അല്ലാതെ തന്നെ നിങ്ങൾക്ക് വേണേൽ പ്രിവ്യൂ ബിൽഡും എടുക്കാൻ പറ്റും കേട്ടോ. റിലീസസിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പ്രിവ്യൂ ബിൽഡ് അവൈലബിൾ ആയിരിക്കും. ഇവിടെ അസറ്റ്സിനകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതും വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് എക്സ്പെരിമെൻ്റൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഫീച്ചേഴ്സ് ഓൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. എന്തായാലും ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പം അതെല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. എന്തായാലും അതിലേക്കൊന്നും കിടക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ തന്നെ വിൻഗെറ്റ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി നമുക്ക് എങ്ങനെയാണ് വിൻഗെറ്റ് ഉപയോഗിക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് നമുക്ക് കമാൻഡ് പ്രോംപ്റ്റോ അല്ലെങ്കിൽ പവർ ഷെല്ലോ വേണ്ടി വരും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിനകത്ത് ചെന്നിട്ട് പവർ ഷെല്ലെന്നോ വല്ലതും സെർച്ച് ചെയ്യാം. എന്തായാലും ഞാൻ പവർ ഷെൽ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ആദ്യമേ എങ്ങനെ ഒരു സോഫ്റ്റ്വെയർ സെർച്ച് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഓക്കെ, ഇത്രയുള്ള കാര്യം. വിൻഗെറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക, സെർച്ച് എന്ന് ടൈപ്പ് ചെയ്യുക. ഏത് സോഫ്റ്റ്വെയർ ആണോ നിങ്ങൾ സെർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ സോഫ്റ്റ്വെയറിൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ എനിക്ക് Notepad++ എന്നാണെന്ന് വെക്കാം. അപ്പോൾ ഞാൻ Notepad++ എന്ന് ടൈപ്പ് ചെയ്യുന്നു, എൻ്റെ കൊടുക്കുന്നു. അപ്പോൾ അധികം വൈകാതെ തന്നെ ആ ഒരു പേര് വരുന്ന അല്ലെങ്കിൽ ആ പേര് എവിടെയെങ്കിലും ടാഗിനകത്ത് വല്ലതും വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിസ്റ്റ് ചേർത്ത് ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ 2 എണ്ണം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എനിക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഈ Notepad++ ആണെന്ന് വെക്കുക. അപ്പോൾ അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും? ഇത്രേ ഉള്ളൂ. അതിൻ്റെ നേരെ ഒരു ID വരുന്നുണ്ടായിരിക്കും, ഇതുപോലെ. ഓക്കെ, ഈ ID കോപ്പി ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം, വിൻഗെറ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ആ ID പേസ്റ്റ് ചെയ്യാൻ, എന്നിട്ട് എൻ്റെ കൊടുക്കാം. ഇത്രേ ഉള്ളൂ. വളരെ എളുപ്പമാണ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. ഓക്കെ, ഇപ്പോൾ ഡൗൺലോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചിലതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അഡ്മിൻ പ്രിവിലേജ് വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഒരു വിൻഡോ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അപ്പോൾ ആ വിൻഡോയ്ക്കകത്ത് നിങ്ങൾ S എന്ന് കൊടുക്കുക. അപ്പോൾ അത് ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഒരു വിൻഡോ വന്നു, S കൊടുക്കുക, അധികം വൈകാതെ ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് സ്റ്റാർട്ടിനകത്തോട്ട് ചെന്ന് നോക്കാം ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇത്രയുള്ള കാര്യം. നമുക്ക് ക്ലോസ് ചെയ്ത് കളയാം. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിനെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻ അറിയണം, അത് ഇവിടെ വെച്ച് തന്നെ അറിയാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള കാര്യം. വിൻഗെറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ഷോ എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് സോഫ്റ്റ്വെയർ, ഏത് സോഫ്റ്റ്വെയറിനെ പറ്റിയാണ് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് ആ സോഫ്റ്റ്വെയറിൻ്റെ ID ഇവിടെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ എനിക്ക് Notepad++നെ പറ്റിയാണ് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ID ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നു, എന്നിട്ട് എൻ്റെ കൊടുക്കുന്നു. അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ആരാണ് പബ്ലിഷർ എന്നും എവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്നും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലേ, അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. എന്തായാലും ഞാനത് ക്ലിയർ ചെയ്യാണ്. ഇനിയും നിങ്ങൾക്കൊരു സോഫ്റ്റ്വെയർ എങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും അത് ഞാൻ കാണിച്ചു തരാം. വളരെ സിമ്പിളാണ്. വിൻഗെറ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് അൺഇൻസ്റ്റാൾ എന്ന് ടൈപ്പ് ചെയ്യാം. ഒന്നെങ്കിൽ ആ സോഫ്റ്റ്വെയറിൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ID ഇവിടെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് Notepad++ ആണെങ്കിൽ അതിൻ്റെ ID ഇങ്ങനെ ടൈപ്പ് ചെയ്യുക, എന്നിട്ട് എൻ്റെ കൊടുക്കാന്നേ ഉള്ളൂ. അതേസമയം നിങ്ങൾ പേര് കൊടുക്കുകയാണെങ്കിൽ എന്താണ് പറ്റുന്നത് നോക്കുക. ഞാൻ കാണിച്ചു തരാം. Notepad++ എന്ന് മാത്രം ടൈപ്പ് ചെയ്തിട്ട് എൻ്റെ കൊടുക്കുന്നു. അപ്പോൾ അതേ പേരിൽ ഒന്നിൽ കൂടി പാക്കേജസ് വരുന്നുണ്ടെങ്കിൽ എന്താ പറ്റുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ലിസ്റ്റ് ഇവിടെ കാണിക്കുന്നതായിരിക്കും. കണ്ടില്ലേ, എന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അതിൻ്റെ ID കോപ്പി ചെയ്യാനുള്ള അവസരം കിട്ടുന്നതായിരിക്കും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, ആ അവസരം അങ്ങോട്ട് മുതലാക്കുക. ഇത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ഇതാണ് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ID നമ്മൾ കോപ്പി ചെയ്യുന്നു, എന്നിട്ട് ടൈപ്പ് ചെയ്യുക വിൻഗെറ്റ് അൺഇൻസ്റ്റാൾ, എന്നിട്ട് ID പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ റെക്കമെൻഡ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, ID ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ ചോദിച്ചിരിക്കുകയാണ്, ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അവർക്ക് എപ്പോഴും ID ഉപയോഗിച്ച് വേണം കേട്ടോ ഇൻസ്റ്റാൾ ചെയ്യുന്നതും അൺഇൻസ്റ്റാൾ ചെയ്യുന്നതും ഒക്കെ. ഇനി നമുക്ക് എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും, അതായത് എങ്ങനെ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, അത് വളരെ സിമ്പിളാണ്. ഇത്രേ ഉള്ളൂ കാര്യം. വിൻഗെറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക, അപ്ഗ്രേഡ് എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ആ സോഫ്റ്റ്വെയറിൻ്റെ ID അല്ലെങ്കിൽ എന്താ പറയുക ആ സോഫ്റ്റ്വെയർ വരുന്ന പാക്കേജിൻ്റെ ID ഇവിടെ ടൈപ്പ് ചെയ്യാം. അപ്പം ഇപ്പോൾ നമുക്ക് എൻ്റെ ആണെങ്കിൽ GitHub എന്നും പറഞ്ഞുകൊണ്ട് ഒരു സാധനമുണ്ട് കേട്ടോ. GitHub.CLI എന്ന് പറയുന്നത് ഒരു പാക്കേജ് ഉണ്ട്. അപ്പോൾ അതെനിക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ID ഞാൻ ടൈപ്പ് ചെയ്യുന്നു, എന്നിട്ട് എൻ്റെ കൊടുക്കുന്നു. അപ്പോൾ അധികം വൈകാതെ തന്നെ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഡൗൺലോഡ് ചെയ്യും, എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഗൈസ്, ഞാൻ അത് ക്യാൻസൽ ചെയ്യാണ്. നിങ്ങൾക്കത് ട്രൈ ചെയ്യാം. ഓക്കെ, ക്ലിയർ ചെയ്യാം. ഇനി നമുക്ക് ഏതൊക്കെ സോഫ്റ്റ്വെയറിന് അപ്ഡേറ്റ്സ് അവൈലബിൾ ആണ് അതെങ്ങനെ അറിയാൻ പറ്റും, അതും വളരെ സിമ്പിളാണ്. വിൻഗെറ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് അപ്ഗ്രേഡ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റെ കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അപ്ഡേറ്റ്സിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് കാണിച്ചിട്ടുണ്ട്. കണ്ടല്ലേ, അപ്പം ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് വേണമെങ്കിൽ ID കോപ്പി ചെയ്തിട്ട് അപ്ഗ്രേഡ് ചെയ്യാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരേ സമയം തന്നെ എല്ലാം അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്ഗ്രേഡ് എന്ന് ടൈപ്പ് ചെയ്യുക, വിൻഗെറ്റ് അപ്ഗ്രേഡ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് സ്പേസ് ഇട്ടിട്ട് -all
ഓൾ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റെ കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കമാൻഡ് വഴി നമുക്ക് എല്ലാം അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ കണ്ടല്ലേ ഡൗൺലോഡ് ചെയ്ത് തുടങ്ങുകയാണ്. എന്തായാലും ഞാൻ അത് ക്യാൻസൽ ചെയ്യണം കേട്ടോ, നിങ്ങൾ ട്രൈ ചെയ്യാം. പിന്നെ വിൻഗെറ്റിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ വിൻഗെറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്പേസ് ഇട്ടിട്ട് ഹൈഫൻ ഹെൽപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റെ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ആ വിൻഗെറ്റിനെ പറ്റിയുള്ള കൂടുതൽ ഇൻഫർമേഷൻസും കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നതായിരിക്കും. കണ്ടല്ലേ, അപ്പോൾ അതെല്ലാം നിങ്ങൾ ട്രൈ ചെയ്യുക. എന്തായാലും ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എൻ്റെ ഉദ്ദേശം വെച്ച് ഞാൻ പറയാൻ ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ പറഞ്ഞെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് നിങ്ങൾ ട്രൈ നോക്കുക ഈ ടൂൾ എങ്ങനെയാണെന്നുള്ളത്. ഗൈസ് പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഓപ്ഷനാണ് ഈ ഡൗൺലോഡ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. മിക്കവാറും നിങ്ങളുടെ ഡൗൺലോഡ്സിനകത്തായിരിക്കും ആ ഒരു ഡൗൺലോഡ് വരുന്നത്. എന്തായാലും ഞാൻ അതിലേക്കും കിടക്കുന്നില്ല, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് അത്ര എനിക്ക് പറയാനുള്ള. വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമന്റ് സെക്ഷനകത്ത് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. ഗൈസ് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏതൊക്കെ സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഇത്രേ ഉള്ളൂ കാര്യം. വിൻഗെറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക, ലിസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. അപ്പം നിങ്ങളുടെ വിൻഡോസിനകത്ത് ഏതൊക്കെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ഇൻഫർമേഷൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും. കണ്ടില്ലേ?